ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റിലും ഒരുപാട് ചെടികളുണ്ട്. ഈ ചെടികളിൽ ഔഷധ പ്രാധാന്യമുള്ള ചെടികൾ ഒട്ടനവധി തന്നെയുണ്ട്. കുറേയൊക്കെ നമുക്കറിയായിരിക്കും, നമുക്കറിയാത്തത് ഒരുപാടുണ്ടായിരിക്കും. സോ ഈ വീഡിയോയിലൂടെ ഔഷധ പ്രാധാന്യമുള്ള 10 സസ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ചെടികൾ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും. അതാണ് വീട്ടിൽ വളർത്താൻ പറ്റുന്ന 10 ചെടികളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഇത്തരം ചെടികൾക്ക്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോഴത്തേക്കും ഈ ചെടികൾ വെച്ചിട്ട് പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടിപ്സ് നമുക്കൊന്ന് നോക്കാം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാമ്യമുള്ള ഒരുപാട് ചെടികൾ ഉണ്ടായിരിക്കും. സോ എടുക്കുമ്പോൾ ഏതൊരു ചെടിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിയായിട്ടുള്ള ചെടി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയായിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യ ഗുണത്തെക്കാൾ അത് ദോഷത്തിലേക്കായിരിക്കും മാറുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കൂടെ ചെടി പരിചയപ്പെടാം, അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും നമുക്ക് നോക്കാവുന്നതാണ്. സോ ആദ്യം നമുക്ക് പറയാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ 10 സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം, അതുപോലെ തന്നെ പുതിന, കറ്റാർവാഴ, തഴുതാമ, തുളസി, ഇവയൊക്കെ നമുക്ക് അറിയാവുന്നുള്ളത് തന്നെയാണ്. പനിക്കൂർക്ക, കറിവേപ്പില, മുക്കൂറ്റി, ആടലോടകം, കരിനൊച്ചി. സോ ഇതാണ് ആ 10 ചെടികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഈ ചെടികളിൽ എല്ലാം ചിലപ്പോൾ പരിചയമുള്ളവരും ഉണ്ടായിരിക്കും, ഇനി ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവരും ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ ഇലയും പൂവുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ചെടിയെ പറ്റിയിട്ട്. സോ നമുക്ക് ഓരോ ചെടിയുടെ ഉപയോഗവും അതുപോലെ തന്നെ ചെടിയും നമുക്ക് കാണാം. ആദ്യത്തേത് ശംഖുപുഷ്പം. ഇത് വള്ളിച്ചെടിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ പടർന്നായിരിക്കും വളരുന്നത്. അതിൻ്റെ പൂവും ഇലയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കടും നീല അല്ലെങ്കിൽ വെള്ള പൂവായിരിക്കും ഈ ഒരു ശംഖുപുഷ്പത്തിന് ഉണ്ടാവുന്നത്. ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കും സഹായകമാകുന്ന ഔഷധ സസ്യമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. സോ അതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ടിട്ടുള്ള ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സോ മനസ്സിലായല്ലോ, ചെടി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശംഖുപുഷ്പം. ഇനി രണ്ടാമത്തേത് പുതിന. പുതിനയുടെ ഇല ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇല ഇങ്ങനെ ഒടിക്കുമ്പോഴത്തേക്ക് ആ പുതിനയുടെ മണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അജീർണം, വയറുവീർക്കം എന്നിവയിൽ ആശ്വാസം പുതിന തരും. അതുപോലെ പുതിന ചേർത്ത് ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനത്തിനും നല്ലതാണ്. സോ ഇതാണ് പുതിന എന്ന് പറയുന്നത്. ഇല കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു വ്യത്യാസം. ചെറിയ ഇലകളാണ്. ഇനി മൂന്നാമത്തേത് കറ്റാർവാഴ. കറ്റാർവാഴ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഭാഗത്ത് ജെല്ല്, ആ ഒരു ഇലയുടെ ഭാഗത്ത് ഒടിക്കുമ്പോഴത്തേക്കും ജെല്ല് കാണാൻ പറ്റും. കറ്റാർവാഴ എല്ലാവർക്കും അറിയാം. പൊള്ളലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഫ്രഷ് ജെല്ല് പുരട്ടാം. മഞ്ഞക്കറ ശ്രദ്ധിക്കുക, അത് നീക്കം ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ജെല്ല് ഉപയോഗിക്കാനായിട്ട്. ചർമ്മത്തിലെ വരൾച്ചയും ചൊറിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു കറ്റാർവാഴ സഹായകമാകുന്നതാണ്. സോ ഇതാണ് കറ്റാർവാഴ. ചെറിയ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ കറ്റാർവാഴ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അടുത്ത നാലാമത്തേത് തഴുതാമ. തഴുതാമ ശ്രദ്ധിച്ച മനസ്സിലും വൃത്താകൃതിയിലുള്ള മൃദുവായിട്ടുള്ള ഇലയാണ്. ഒരുതരം പിങ്ക് പൂവായിരിക്കും തഴുതാമയ്ക്ക് കാണുന്നത്. ശരീരവീക്കം കുറയ്ക്കാനായിട്ട് ഈ ഒരു തഴുതാമ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട് പണ്ടത്തെ ആൾക്കാർ. ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് തഴുതാമ ഇലയുടെ തോരൻ. ആ ഒരു നീരൊക്കെ മാറ്റാനും ശരീരത്തിൻ്റെ ആ ഒരു വീക്കമൊക്കെ കുറയ്ക്കാനും ഈ ഒരു തഴുതാമ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഭയങ്കര ഔഷധം ഗുണമുള്ളതാണ് തഴുതാമ എന്ന് പറയുന്നത്. അപ്പോൾ തഴുതാമയും ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇന്ന്. ഇനി അഞ്ചാമത്തേത് തുളസി. തുളസി നമുക്ക് അറിയുന്നത് തന്നെയാണ്. തുളസി പല ടൈപ്പ് ഉണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഔഷധ ഗുണങ്ങൾ ഉണ്ട് എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് കൃഷ്ണ തുളസി, തുളസി ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തുളസി ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടിയാലും നിങ്ങൾ കൃഷ്ണ തുളസി നല്ലത് തന്നെയാണ്. ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന തുളസി ആയാലും കുഴപ്പമൊന്നുമില്ല.
തുളസിയുടെ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും, ആ ഒരു ഇല ഒടിക്കുമ്പോഴത്തേക്കും തുളസിയുടെ മണം കിട്ടും. തണ്ടിൻ്റെ അറ്റത്താണ് അതിൻ്റെ പൂക്കളൊക്കെ കാണുന്നത്. സോ ഇതാണ് തുളസി. തുളസി ചുമ, ജലദോഷം, തൊണ്ടവേദന എന്നിവയിലൊക്കെ തുളസി കഷായം വെച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കടിച്ച കൊതുക് കടിയോ മറ്റെന്തെങ്കിലുമൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ തുളസിയുടെ നീര് ആ ഭാഗത്ത് പുരട്ടാറുണ്ട്. 6-മത്തേത് പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഇല ഒരു തരം രോമമുള്ളതുപോലെ തോന്നും. കട്ടിയുള്ള രോമമുള്ള ഇലകളാണ് പനിക്കൂർക്കയുടെ ഇല. അത് ഒടിക്കുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മണം നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ അത് കിട്ടും. സോ പനിക്കൂർക്കയുടെ ഇല കണ്ടില്ലേ, ഇതാണ് പനിക്കൂർക്ക. കുട്ടികളിലും മുതിർന്നവരിലും ചുമയും കഫക്കെട്ടും ഉള്ളപ്പോൾ ഇലയുടെ നീര് ഉപയോഗിക്കാറുണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഈ ഒരു പനിക്കൂർക്കയാണ് നല്ലത്. പല വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പച്ച നിറത്തിലുള്ള പനിക്കൂർക്കയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പനിക്കൂർക്ക അതും കണ്ടില്ലേ, ഇതാണ് പനിക്കൂർക്ക. ഇതും വളരെ അത്യാവശ്യമായിട്ട് വീടുകളിൽ വേണ്ടത് തന്നെയാണ്. ഇനി 7-മത്തേത് കറിവേപ്പില. കറിവേപ്പില നമ്മൾ പണ്ട് കാലം മുതലേ കറികളിലൊക്കെ ഉപയോഗിച്ച് വരുന്നത് തന്നെയാണ്. പരിചിതമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിലും ഇതാണ് കറിവേപ്പില എന്ന് പറയുന്നത്. ദഹനം മെച്ചപ്പെടുത്താൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. മുടിയുടെ ആരോഗ്യത്തിനും ഈ ഒരു കറിവേപ്പില എണ്ണയിലൊക്കെ ഇട്ട് കാച്ചാറുണ്ട്. സോ ഇത് കറിവേപ്പില. ഇതും എല്ലാ വീടുകളിലും സാധാരണയായിട്ട് കാണുന്നത് തന്നെയാണ്. ഇനി അടുത്തത് മുക്കൂറ്റി. മുക്കൂറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മഞ്ഞ പൂവായിരിക്കും ഈ ഒരു മുക്കൂറ്റിക്ക് ഉണ്ടാവുന്നത്. പുളി ഇല പോലെ ഇലകൾ കൂട്ടമായിട്ടാണ് കാണുന്നത്. ഇത് സമൂലമാണ് സാധാരണയായിട്ട് ഔഷധങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. ചെറിയ മുറിവുകളിലും ചർമ്മ പ്രശ്നങ്ങളിലും വിഷജീവികളുടെ കടിയൊക്കെ ഏറ്റാൽ ആ ഭാഗത്ത് അരച്ച് പുരട്ടാറുണ്ട്. സോ അതാണ് മുക്കൂറ്റി. അടുത്തത് ആടലോടകം. നീളമുള്ള പച്ച ഇലകളാണ് ആടലോടകത്തിന് കാണുന്നത്. ചുമ, കഫക്കെട്ട് എന്നിവയിൽ ഇല കൊണ്ട് തയ്യാറാക്കുന്ന കഷായം ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ഇല ശ്രദ്ധിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകും. നല്ല നീളത്തിലാണ് ആടലോടകത്തിൻ്റെ ഇല എന്ന് പറയുന്നത്. അതും ഔഷധ ഗുണം ഒരുപാടുള്ളതാണ്. ഇനി അടുത്തത് കരിനൊച്ചി. കരിനൊച്ചി ഇല ഒരു നമ്മുടെ കൈ വിരലുകൾ പോലെ സാമ്യം തോന്നിക്കുന്നതാണ്. നടുവിലത്തെ ഇല ഭയങ്കര വലുതും ബാക്കി അറ്റത്തുള്ളതൊക്കെ സൈഡിലുള്ളതും ചെറുതായിരിക്കും. ഇതാണ് കരിനൊച്ചി എന്ന് പറയുന്നത്. ഇലകൾക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. ഇല ശ്രദ്ധിച്ചാൽ കളറിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. കൈവിരൽ പോലെ സാമ്യം തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ. കരിനൊച്ചിയുടെ ഇല തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കാറുണ്ട് ഈ വേദനയൊക്കെ ഉള്ളവർ. അതുപോലെ തന്നെ കിഴി കെട്ടിയിട്ട് സന്ധിവാതം പോലുള്ള ആ ഒരു കണ്ടീഷനിലൊക്കെ കിഴി പോലെ ഇല വാട്ടി ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ 10 ഔഷധ സസ്യങ്ങൾ മാത്രമല്ല വീട്ടിൽ വളർത്താൻ പറ്റിയത്, ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ 10 എണ്ണം ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഗുണങ്ങളുള്ള വീട്ടിൽ വളർത്താൻ പറ്റിയ ഔഷധ സസ്യങ്ങൾ ഇനി ഒരുപാടുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്